സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, അത്രക്കായല്ലേ? ഇയാളെന്താ ഈ കാണിക്കണേ? കിണർ ഗോലുവിന്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിന്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും സാർ, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഭൂഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സാർ, ടിയാൻ നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു, കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ. അതുപോലെ തന്നെ ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതൻ സെക്രട്ടറിയേറ്റിൽ ഒരു വിദ്വാനെ പോയി കണ്ട് ഈ കവിത എഴുതിപ്പിച്ചു. കവിത എഴുതിപ്പിക്കുക മാത്രമല്ല, അതിന് താളത്തിനൊത്തൊരു തിരുവാതിരയും കൂടെ കളിപ്പിച്ചു സാർ. 50 വർഷം വയറ്റിൽ കിടന്ന കത്രിക പുറത്തെടുത്തപ്പോൾ ഒരു ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു, 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒരു കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ചു. ശരിയാണ് സാർ. കത്രികയെ അപ്പോൾ തന്നെ ഡോക്ടർ എടുത്തൊന്ന് മീശ കട്ട് ചെയ്ത് നോക്കി, കത്രികയ്ക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല സാർ. അപ്പോൾ ഇങ്ങനെ എല്ലാരും വിളിച്ചു. അറിഞ്ഞില്ല, ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ, നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.